ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹെലൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് OETയുടെ കുറച്ച് ഗ്രാമറിൻ്റെ പോർഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാസിൻ്റെ യൂസേജ് ആണ്. അപ്പോൾ ഹാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിൽ ഒരു കാര്യം പറയാനായിട്ട്, അതായത് മിക്കവാറും അത് സൈൻസ് ആൻഡ് സിംറ്റംസ്, അതായത് നമ്മൾ OET ലെറ്ററിൽ ഹാസ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെയാണ്. ചിലപ്പോൾ ഹി ഹാസ്, പ്രസൻ്റ്ലി ഹി ഹാസ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതേണ്ട സ്റ്റാറ്റസ് ഉണ്ടാവും ചില സമയത്ത്. പ്രസൻ്റ്ലി ഹി ഹാസ് എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അവനിപ്പോൾ ഉണ്ട്, അത് അങ്ങനെ ഒന്ന് പറയാനാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. അതായത് ഹി ഹാസ് ഫീവർ, അല്ലെങ്കിൽ ഹി ഹാസ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ ഹി ഹാസ് നോസിയ, അല്ലെങ്കിൽ ഷീ ഹാസ് നോസിയ. കറണ്ട് സ്റ്റാറ്റസ് പറയാനാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഈ ഹാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാസിൻ്റെ യൂസേജ് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസിലാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി എന്താണ്, കറൻ്റ്ലി എന്താണ് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ, അത് പറയാനാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഡ് നമുക്കറിയാം. ഹാഡിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അത് പണ്ടുണ്ടായിരുന്നു, അതിനിപ്പോൾ ഇഫക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഹാഡ് വെച്ചിട്ട് പറയാം. ഒരു എക്സാമ്പിൾ, നമ്മൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും സർജറി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാഡ് വെച്ച് നമുക്ക് എഴുതാം. ഈ ഹാഡ് എന്താണ്, ഹെർണിയ റിപ്പയർ ഇൻ 2017. ഹി ഹാഡ്, അത് പണ്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സർജറി. അല്ലെങ്കിൽ ഹി ഹാഡ് എന്താണ്, റിനൽ ട്രാൻസ്പ്ലാന്റ് ഇൻ 2011. അത് പണ്ടുണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഹാഡ് വെച്ചിട്ട് എഴുതുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എഴുതാം ഹി ഹാഡ് ആൻ ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ ഓഫ് ഹിസ് റൈറ്റ് ഫീമർ ഇൻ 2011. ഇത് ഹാഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അതായത് പണ്ട് നടന്നേക്കുന്ന ഒരു സർജറിക്ക് ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് ഹാഡ് വെച്ചിട്ട് പറയാം. ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലെറ്ററിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ. ചിലപ്പോൾ പണ്ട് നടന്ന ഒരു ഓപ്പൺ റിഡക്ഷൻ ഇൻറ്റേർണൽ ഫിക്സേഷൻ ആയിരിക്കും, അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും പേഷ്യൻറ്റ് എന്താണ് സ്റ്റിക്ക് അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ആ സർജറിയുടെ ഇൻഫോർമേഷൻ എഴുതേണ്ട വരും. അപ്പോൾ അവിടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹി ഹാഡ് ആൻ ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ ഇൻ 2000, അതായത് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇൻ 2011. ഇന്നാണ് ഉപയോഗിക്കുന്നത്. വർഷങ്ങൾ എഴുതുമ്പോൾ ഇയർ നമ്മൾ പറയുമ്പോൾ അവിടെ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ നടന്ന ഒരു ഈവൻറ്റ് പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് പേർക്ക് കൺഫ്യൂഷനുള്ള കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നന്നായിരിക്കും എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ദെൻ നമുക്ക് ഉള്ളത് ഹാസ് ഹാഡ്. ഇവിടെ ഹാസ് ഹാഡ് രണ്ടും വരുന്നുണ്ട്, ഹാസും ഹാഡും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, ചില കുട്ടികളൊക്കെ വിചാരിക്കും എല്ലാവരുടെ കാര്യമല്ല പറയണത് കേട്ടോ. ഹാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ V3 ഫോമാണ് ഈ ഹാഡ്. ഹാസ് ഹാഡ് ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ടെൻസ്. അപ്പോൾ സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാസ് ഹാഡ് ആണ്. ഹാസ് ഹാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ടെൻസ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാസ് ഹാഡിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു മീനിങ് ആണ്. അതായത് ഓൺഗോയിങ് ഇൽനെസ് ഒക്കെ നമ്മൾ ഹാസ് ഹാഡ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് സിൻസ് ഒരു വർഷം തന്നിട്ടുണ്ടാകും, 2017 തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ 10 വർഷമായിട്ട് അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഹി ഹാസ് ഹാഡ്, ഹാസിൻ്റെ കൂടെ V3 ഫോം വരുന്നതാണ് സംഭവം. അത് അതായത് ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ V3 ആണ് ആ ഹാഡ് എന്ന് വന്നിരിക്കുന്നത്, അല്ലാതെ ഹാഡ് പാസ്റ്റ് ടെൻസിൽ ഹാഡ് അല്ല വന്നിരിക്കുന്നത്. മനസ്സിലായോ? അത് ഓൺഗോയിങ് ഇൽനെസ് ഒക്കെ പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹി ഹാസ് ഹാഡ് എന്താണ്, ഡയബറ്റീസ് മെലിറ്റസ് സിൻസ് 2011, അല്ലെങ്കിൽ ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ഫോർ ദ പാസ്റ്റ് 10 years. 4 വരുന്നത് നമ്മൾ 10 വർഷമായി, അല്ലെങ്കിൽ 20 years ആയി, അല്ലെങ്കിൽ 30 years ആയെന്ന് പറയാനാണ് നമ്മൾ 4 ഉപയോഗിക്കുന്നത്. മറ്റത് ഉപയോഗിക്കുന്നത്, സിൻസ് ഉപയോഗിക്കുന്നത് ഇയർ പറയാൻ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതാണ് ഹാസ് ബീൻ പ്ലസ് V3 വരുന്നൊരു ഫോം ഉണ്ട്. അത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോമാണ്. ഞാൻ ഇത്രയും 3 പറഞ്ഞത്, ഹാസും ഹാഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാസ് ഹാഡ് ആയിക്കോട്ടെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിക്കോട്ടെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡിസ്കസ് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി ഹാസ് ബീൻ പ്ലസ് V3, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് ഇപ്പോൾ പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു ഫിസിയോതെറാപ്പി ഉണ്ട്, അത് ഇനി കണ്ടിന്യൂ ചെയ്യണം, അതിൽ ഫ്യൂച്ചറിലോട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്,
അങ്ങനെ ഒരു സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസിൽ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഹി ഹാസ് ബീൻ പ്ലസ് V3 വരുന്നൊരു ഫോം. അതായത് ഹി ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ് വിത്ത് ഫിസിയോതെറാപ്പി. ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇനി അത് കണ്ടിന്യൂ ചെയ്യണം എന്നൊരു മീനിങ് കൂടി ഈ ഹാസ് ബീൻ പ്ലസ് V3 ഫോം വന്നാൽ അത് അതിനകത്ത് വരും. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോം ആണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്കുള്ളത് ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കണ്ടിന്യൂസ് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കണ്ടിന്യൂസ് ഫോം അത് നമുക്ക് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ സ്മോക്കിംഗ് ഹാബിറ്റൊക്കെ പറയുമ്പോൾ 20 വർഷമായിട്ട് ഇപ്പോഴും സ്മോക്കിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ലെറ്ററിൽ എഴുതണമെങ്കിൽ നമുക്ക് ഹി ഹാസ് ബീൻ സ്മോക്കിംഗ് ഫോർ ദി പാസ്റ്റ് 20 years അത് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്പീക്കിങ്ങിനകത്ത്, അതായത് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ എന്താണ് ഒരു ഹോസ്പിറ്റൽ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇൻ അപ്പോളോ ഹോസ്പിറ്റൽ സിൻസ് 2000, അതായത് 2000 മുതൽ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും കറൻ്റ്ലി ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 2000 മുതൽ ഇപ്പോഴും നമ്മൾ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കാണിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഫോമാണ് നമുക്കുള്ളത്. 4 അല്ല 5 ഏരിയയാണ് ഞാൻ പറഞ്ഞത്. ഹാസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഹാഡ് എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു സർജറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പഴയ ഒരു ഇഫക്റ്റ് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഹാഡ്. പിന്നെ ഹാസ് ഹാഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, അതിൽ പാസ്റ്റും ഉണ്ട് ഒരു പ്രസൻറ്റും ഉണ്ട്. മനസ്സിലായോ? പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അതിനകത്തൊരു പ്രസൻറ്റും ഉണ്ട് ഒരു പാസ്റ്റും ഉണ്ട്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് മോസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓൺഗോയിങ് ഇൽനെസ് ഒക്കെ പറയുന്നത് ഇതൊക്കെ ആക്റ്റീവ് ഫോം ആണ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോം ആണ് ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3, വെർബിൻ്റെ തേർഡ് ഫോം വരുന്നത്. ഇനി അവിടെ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കണ്ടിന്യൂസ് ആയി അതിൻ്റെ ആക്റ്റീവ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ എന്താണ് എയിംസ് സിൻസ് 2000, അതായത് എയിംസ് 2000 മുതൽ ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. താങ്ക് യു.